മിനിസ്റ്ററെ, മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കേരള സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധിയാണ്. ഇപ്പം 2 രജിസ്ട്രാർമാരെ VC യുടെ ഭരണം, ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ. ഇപ്പം ഗവർണർ ഈ സിൻഡിക്കേറ്റ് അന്ന് കൂടിയ സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുമെന്നൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇതൊരു ശരിയായ ഒരു രീതിയാണോ? എങ്ങനെയാണ് സർക്കാർ ഇതിനെ കാണുന്നത്? വളരെയധികം വേദനയോടുകൂടിയാണ് ഇതിനെ കാണുന്നത്. കാരണം കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയ്ക്ക് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഗണ്യമായ മുന്നേറ്റങ്ങളിലൂടെ കുതിച്ചു പായുകയാണ്. യഥാർത്ഥത്തിൽ ഈ 4 വർഷക്കാലം കൊണ്ട് 6000 കോടി രൂപ കേരള ഗവൺമെൻറ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. കേരള സർവകലാശാലയിലും MG യൂണിവേഴ്സിറ്റിയിലൊക്കെയുള്ള ലാബ് സൗകര്യങ്ങൾ ഇന്ന് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പരീക്ഷണശാലകളായിട്ട് മാറിയിരിക്കുകയാണ്, ലാബ് കോംപ്ലക്സുകൾ. അങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് NAC അക്രഡിറ്റേഷനിലും NIRF റാങ്കിങ്ങിലും ആഗോള റാങ്കിങ്ങിലുമെല്ലാം നേട്ടങ്ങൾ ആർജിച്ചുകൊണ്ടാണ് കേരള സർവകലാശാല ഇന്ന് തിളങ്ങി നിൽക്കുന്നത്. ഒരുപാട് പേരുടെ കഠിന പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കത് സാധിച്ചത്. കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒരു യൂണിഫൈഡ് അക്കാഡമിക് കലണ്ടർ തയ്യാറാക്കി അതനുസരിച്ച് പഠന പാഠ്യേതര പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പരീക്ഷകളെല്ലാം കൃത്യസമയത്ത് നടത്തി റെക്കോർഡ് വേഗതയിൽ റിസൾട്ട് നൽകാൻ നമുക്ക് സാധിച്ചു. ഈ യൂണിഫൈഡ് അക്കാഡമിക് കലണ്ടർ രൂപീകരിക്കുന്നതിനൊക്കെ വലിയ സഹായം ചെയ്ത ആളാണ് കേരള സർവകലാശാലയിലെ രജിസ്ട്രാർ. അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ട് കേരളത്തിലെ ഇതര സർവകലാശാലകളിലെ രജിസ്ട്രാർമാർ കൂടി അംഗമായിട്ടുള്ള കമ്മിറ്റിയാണ് ഈ ഏകീകൃത അക്കാദമിക് കലണ്ടർ തയ്യാറാക്കിയത്. അപ്പോൾ നമ്മൾ നടത്തുന്ന കാലാനുസൃത പരിഷ്കാരങ്ങളൊക്കെ നല്ല നിലയിൽ നടത്തിയെടുക്കുന്നതിന് വലിയ സഹായമാണ് കേരള സർവകലാശാലയിലെ ഭരണ ചുമതല വഹിക്കുന്നവർ നൽകി വന്നിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അത്തരം ആ മികവിനായിട്ടുള്ള മുന്നോട്ടു പോക്കിനെ സഹായിക്കേണ്ട കേന്ദ്രങ്ങൾ തന്നെ ഇന്ന് സർവകലാശാലയിൽ സംഘർഷാത്മക സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി ഇടപെടുന്നു എന്നുള്ളത് വളരെയധികം ഖേദകരമാണ്. അതിൽ ദുഃഖമാണ് എനിക്കുള്ളത്. കാരണം അത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ നേട്ടങ്ങൾ ആർജിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതിനെ തുരങ്കം വയ്ക്കുന്നത് ആരായാലും അത് ശരിയല്ല എന്നാണ് വിനയത്തിൻ്റെ ഭാഷയിൽ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമ്മുടെ ത്രിവർണ പതാക, രാജ്യത്തിൻ്റെ ദേശീയ പതാകയായിട്ടുള്ള ത്രിവർണ പതാകയ്ക്ക് പകരം കാവി പതാകയെ സംസ്ഥാപനം ചെയ്തെടുക്കാനുള്ള പരിശ്രമമാണ് ഇന്നത്തെ ഈ സംഘർഷങ്ങൾക്കൊക്കെ പ്രത്യേകമായ കാരണമായിട്ട് വന്നു ഭവിച്ചിട്ടുള്ളത്. ദയവ് ചെയ്ത് ഉത്തരവാദപ്പെട്ടവർ, ഭരണഘടനാപരമായ ഉത്തരവാദിത്തമുള്ളവർ ആ സർവകലാശാല കമ്മ്യൂണിറ്റിയെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.